വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നുള്ളത് കന്യാകുമാരിയിലാണ്. സമയം ഏകദേശം രാവിലെ 6 മണിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ കന്യാകുമാരി വന്ന ഇതിൻ്റെയും നമ്മുടെ ഹോട്ടൽ ഡീറ്റെയിൽസും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ അകത്തോട്ടുള്ള വഴികളുണ്ട്. ആ വഴി കുറേ ആളുകൾ പോകുന്ന കണ്ടിട്ട് അവരെ പിന്തുടർന്ന് തന്നെ ഞങ്ങളും ഇങ്ങ് പോന്നു. അപ്പം ഡയറക്റ്റ് അത് ബീച്ചിലോട്ടാണ് എത്തിച്ചേരുന്നത്. Through the highways till my shadow turns to sun rays, and on we'll go through the wastelands, through the highways, and on we'll go. സമയം ഇപ്പം 6:14 ആയിട്ടുണ്ട്. നമ്മൾ സൂര്യൻ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ കുറേ അധികം ആളുകൾ ഇവിടെ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് തിരക്കില്ലാത്ത ഇടത്തോട്ട് മാറി നിൽക്കുമായിരുന്നു. ഈ രാവിലെ വന്നവരൊക്കെ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. നല്ല സമയത്താണ് ഞങ്ങൾ വന്നത്. നമ്മൾക്ക് സൂര്യൻ മഴമേഘത്തിനകത്തോട്ടായിപ്പോയി. നല്ല മഴക്കാറായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സൂര്യോദയം നല്ല എക്സാക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. Miss a beat, and on we'll go through the wastelands, through the highways. അൺഫോർച്ചുനേറ്റ്ലി മഴക്കാറ് കാരണം നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. സൂര്യൻ മഴക്കാറിനുള്ളിലേക്കാണ് കയറിയിരിക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ സൂര്യൻ ചേട്ടൻ മഴമേഘങ്ങളെയൊക്കെ താണ്ടി ചെറുതായിട്ട് പൊന്തി വരുന്നുണ്ട്. നമുക്ക് ലക്കുണ്ടെങ്കിൽ കാണാം. നമ്മൾ സൂര്യോദയം ഒക്കെ കഴിഞ്ഞിട്ട്, സൂര്യോദയം എക്സാക്റ്റ് കണ്ടില്ലെങ്കിലും സൂര്യനെ ചെറുതായിട്ട് റിമിന്നായം പോലെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലങ്ങളിലോട്ട് പോവാണ്. ഗൈസ്, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ശ്രീ പഞ്ചാബി ധാബ എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ കയറാൻ വേണ്ടി പോവാണ്. ഈ സൂര്യോദയം കഴിഞ്ഞിട്ട് എല്ലാവരും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. എല്ലാ കടയിലും നമ്മളിപ്പോൾ 1-2 കടയിൽ കയറിയിട്ടാണ് ഈ കടയിൽ വന്നത്. കുറേ ഇടത്തും ഇരിക്കാൻ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പോവാണ്. മുഖത്തെ സന്തോഷം. ആലു പൊറോട്ട കിട്ടിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ പറഞ്ഞത്. ജസിൻ കൂടിയ അവൾക്ക് ഇഷ്ടമുള്ള ആലു പൊറോട്ടയാണ് പറഞ്ഞത്. ആലു പൊറോട്ട കഴിക്കുന്ന രീതിയൊക്കെ അവൾ പറഞ്ഞു തരുന്നുണ്ട്. തൈരും കുറച്ച് അച്ചാറും ഒക്കെ ഇട്ടിട്ട് അത് ടേസ്റ്റി ആയിട്ട് കഴിക്കണം. ഓർഡർ ചെയ്തിരിക്കുന്നത് പനീർ ദോശ. ദോശക്കകത്ത് ഇങ്ങനെ പനീർ നെയ്റോസ്റ്റ്. അത് അടിപൊളി ടേസ്റ്റാണ്. ആഹാ, ഞാൻ സാധാരണ മാർക്കറ്റിംഗ് ആണ് ചേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 നോക്കുന്നു.
നമ്മൾ ഒരു ഗ്ലാസ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെയിലത്ത് നിൽക്കുവാണ്. ക്യൂവിലാണ്, വൻ ക്യൂ ആണ്. വിവേകാനന്ദ പാറയിലോട്ടുള്ള ക്യൂ ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ വിവേകാനന്ദ പാറയിലോട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. 10 മണിക്ക് അവിടെ ഓപ്പൺ ആവുള്ളൂ, പക്ഷേ ഇപ്പോഴേ ക്യൂ തുടങ്ങിയിട്ടുണ്ട്. സമയം 8:30 ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഒരു വലിയ ക്യൂവിൻ്റെ അതിൽ പെട്ട് നിൽക്കുകയാണ്. നല്ല നാന്തരം ക്യൂ ആണ്. ഫ്രണ്ടിലോട്ട് വരെ ക്യൂ ആണ്. വിവേകാനന്ദ പാറയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിക്കാം. Through the highways and on we'll go. And we'll grow in number, fueled by them to see the horizon, turn us to thousands. And we'll grow in number, fueled by them to see the horizon, turn us to thousands. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. അങ്ങനെ ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുവാണ്. പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ കന്യാകുമാരി ഫെറി സർവീസ്. നമ്മൾ ഓൾമോസ്റ്റ് റീച്ചാണ്. ഭയങ്കര ക്യൂ ആണ്. കൂടി 12:30 ആകുമ്പോഴേക്കും നമ്മൾ കണ്ടിട്ട് ഇറങ്ങി വരും. നമ്മൾ ഏകദേശം ക്യൂ എത്താറായിട്ടുണ്ട്. ബട്ട് ഇനി ഒരുപാട് ഫ്രണ്ടിൽ വീണ്ടും ക്യൂ ആണ്. എല്ലാവരും ഭയങ്കര അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 3 മണിക്കൂറായിട്ട് ക്യൂവിലാണ്. ഇതിനകത്ത് 3 നിരയിൽ നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. ഹാപ്പിയാണോ ഗേസ്? നമ്മൾ ഫൈനലി ബോട്ടിൽ കയറാൻ പോവാണ്. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം പോവാണ്. 3.5 മണിക്കൂർ. 4 മണിക്കൂറില്ലേ? 3-4 മണിക്കൂർ കൂട്ടിക്ക് ഇവിടെ വരുന്നവർ നല്ല ഒന്നാന്തരം വെയിറ്റിംഗ് ആണ്. കട്ട പോസ്റ്റ്. ഈ പാർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരം. അടുത്ത ക്യൂ. അടുത്ത ക്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മൾ. ഈ കപ്പലിലെങ്കിലും കയറാൻ പറ്റണേ. ബോട്ടിൽ നമുക്ക് പോകാൻ പോകുന്ന ബോട്ടെന്ന് സംശയിക്കുന്ന ബോട്ടുകളാണ് ഈ കിടക്കുന്നത്. ബോട്ട് വിവേകാനന്ദ പാറയിലേക്ക്
ഓഫ് മെമ്മോറിയൽ. ഫൈനലി നമ്മൾ വിവേകാനന്ദ പാറയിലെത്തിയിരിക്കുകയാണ്. വിവേകാനന്ദ പാർക്കെന്ന് ഈ എപ്പിസോഡ് കണ്ടത് തിരിച്ചു പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ടല്ലോ. ഇതാണ് നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്ത് വന്ന സ്ഥലം. ഇതാണ് നമ്മൾക്കകത്ത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. ഇതാണ് വിവേകാനന്ദ പാറ ഫുൾ വ്യൂ. അത് വിവേകാനന്ദ സ്റ്റാച്ചു ആണ്. വിവേകാനന്ദപ്പാറയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ആ ടൈമിലുണ്ടല്ലോ നല്ല ഒന്നാന്തരം മഴമേഘവും മഴയും കാറ്റും ഒക്കെ വന്നിട്ട് ആകെപ്പാടെ നനഞ്ഞു കുളിച്ചൊരു പരുവായി. അതിനുശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.